എപ്പോഴും NT സ്കാൻ കഴിയുമ്പോൾ, അതായത് 3-ാം മാസത്തെ സ്കാൻ കഴിയുമ്പോൾ ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ പലരും ചോദിക്കും, സ്കാൻ നോർമൽ ആണല്ലോ മാഡം, പിന്നെ എന്തിന് ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നു? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3-ാം മാസത്തെ സ്കാൻ അഥവാ NT സ്കാൻ ചെയ്യുന്നത് നമുക്ക് കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം, പോട്ടോ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം അങ്ങനെ കുറച്ച് ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അതിലൊരു 4-5 കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കുന്നത്. അത് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70% ബേബി ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 90%, 85 to 90% ബേബി ഓക്കെ ആണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. അതായത് 100% നമുക്ക് ഈ ഒരു ടെസ്റ്റുകൾ കാരണവും കുട്ടിക്ക് ജനിതക വൈകല്യങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് 35 വയസ്സിന് മേലെ ഉള്ളവർ, ഫാമിലിയിൽ എന്തെങ്കിലും ജനിതക പ്രശ്നങ്ങളുള്ള കുട്ടികളുള്ളവർ, അല്ലെങ്കിൽ ആ അമ്മമാർക്ക് തന്നെ മുന്നേ ജനിതക പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ മുന്നേ സാധാരണയായി ഈ ഡബിൾ മാർക്കറും NT എല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സലായിട്ട് എല്ലാ അമ്മമാർക്കും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം വളരെ യങ് ആയിട്ടുള്ള അമ്മമാർക്ക് പോലും, അതായത് ഒരു 18-19 വയസ്സുള്ള അമ്മമാർക്ക് പോലും നമ്മൾ ഡൗൺ സിൻഡ്രോം ബേബീസിനെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ എന്തുകൊണ്ട് ഡബിൾ മാർക്കർ എന്നുള്ളതാണ് ചോദ്യം. ഡബിൾ മാർക്കറിനകത്ത് എന്ത് നോക്കുന്നു, എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ മാർക്കർ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ 3 ദിവസത്തിനുള്ളിലോ നമ്മൾ അമ്മയുടെ ബ്ലഡ് എടുക്കുന്നു. അതിനകത്തുനിന്ന് നമ്മൾ 2 ഹോർമോണിൻ്റെ അളവ് നോക്കുന്നു. അതായത് beta-HCG എന്ന് പറയുന്ന ഒരു ഹോർമോണും പാപ്പ എന്ന് പറയുന്ന ഹോർമോണും. ഈ 2 ഹോർമോണുകളുടെ അളവിൻ്റെ കൂടെ അവരെ നമുക്ക് റിസൾട്ടായിട്ട് തരുന്നത് ഒരു റിസ്ക്കാണ്. അതായത് അമ്മയുടെ അതേ പ്രായത്തിലുള്ള, ഇപ്പോൾ ഒരു 35 വയസ്സുള്ള ഒരമ്മ, ഇത്രയും 145 സെൻറ്റിമീറ്റർ പൊക്കമുള്ളൊരമ്മ, ഏകദേശം 70-72 വെയിറ്റ് ഉള്ളൊരമ്മ, ആ അമ്മ 13 ആഴ്ചയിൽ ബ്ലഡ് കൊടുത്തപ്പോൾ അതേപോലെ എത്ര അമ്മമാരെ എടുത്താൽ എത്ര അമ്മമാരുടെ അതിലൊരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ പോട്ടോ സിൻഡ്രോം അല്ലെങ്കിൽ എഡ്വേർഡ് സിൻഡ്രോം അഥവാ ജനിതക വൈകല്യങ്ങളുള്ള കുട്ടി ഉണ്ടാകാം. ഇതാണ് നമ്മൾ ആ ഡബിൾ മാർക്കർ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പഠനം എന്ന് പറയുന്നത്. അപ്പം അതൊരു റിസ്ക് കാൽക്കുലേഷനാണ്. എത്രത്തോളം എൻ്റെ കുട്ടിക്ക് ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പം അതിന് 3 ഡിവിഷൻസ് ആണുള്ളത്. അത് 250-ൽ 1 അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 250 അമ്മമാരെ എടുത്താൽ അതിൽ ഒരു അമ്മയുടെ കുട്ടിക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ റിസ്ക് കൂടുതലായി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ആംനിയോസെൻറ്റസിസ് ആണ്. എന്താണ് ആംനിയോസെൻറ്റസിസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ അമ്മയുടെ വയറിനുള്ളിൽ കുട്ടി കിടക്കുമ്പോൾ കുട്ടിയുടെ ചുറ്റും വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നിന്നും വെള്ളം കുത്തിയെടുത്ത് 20 ml വെള്ളം കുത്തിയെടുത്ത് അതിൽ നിന്നും കുട്ടിയുടെ ജനിതക ഭാഗങ്ങൾ, കോശങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് അതിനകത്ത് കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. 100% ഷുവറായിട്ട് കുട്ടിക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ആംനിയോസെൻറ്റസിസ് ടെസ്റ്റ് തന്നെ ചെയ്യണം. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് അത് ഹൈ റിസ്ക് ഉള്ള അമ്മമാർക്ക്, അതായത് 1/250-ൽ താഴെ വരുന്ന അമ്മമാർക്കാണ് നമ്മൾ ഈ ആംനിയോസെൻറ്റസിസ് ടെസ്റ്റ് ഓഫർ ചെയ്യുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ കുറച്ചുകൂടി ഇൻവേസീവാണ്. അതായത് കുറച്ചുകൂടെ നമ്മൾ അമ്മയെ കുത്തുന്നുണ്ട്, ഉള്ളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലർക്ക് അബോർഷനായി പോവാം, ചിലർക്ക് അത് കഴിയുമ്പോൾ ലീക്കിങ് ആവാം, ചില അമ്മമാർക്ക് നേരത്തെ പെയിൻ വരാം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈ റിസ്ക് വരുന്ന അമ്മമാർക്കാണ് ഈ ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ഡെഫിനിറ്റീവായിട്ടുള്ള ടെസ്റ്റ് പറയുക. ഇനി ഇതിന് 1-ൽ 1000-ൽ താഴെ, എന്നാൽ 1-ൽ 250 മേലെ, അതായത് 1-ൽ 750, 1-ൽ 658 അങ്ങനെയൊക്കെ വരുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻ്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയും. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉള്ള അമ്മമാർക്ക് നമുക്ക് 2 ഓപ്ഷൻ കൊടുക്കാം. ഒന്നുകിൽ അവർക്ക് ആംനിയോസെൻറ്റസിസ് ചെയ്ത് ശരിക്കും 100% ഷുവറാക്കാം എൻ്റെ കുട്ടിക്ക് കുഴപ്പമില്ല എന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ കുത്തി പരിശോധിക്കാനുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാകാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് NIPT എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാം. എന്താണ് NIPT എന്ന് ചോദിച്ചാൽ, അമ്മയുടെ ബ്ലഡ് തന്നെ എടുത്ത് അതിൽ കുഞ്ഞുങ്ങളുടെ DNA, അതായത് കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുടെ ജനിതക ഭാഗങ്ങൾ ഉണ്ടാകുകയും അതെടുത്ത് പഠിച്ചിട്ട് അതിനകത്ത് കുട്ടിക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പറയുകയും ചെയ്യാം. ഇത് 99% കറക്റ്റാണ്. നമുക്ക് 99% മാത്രമേ അത് പറയാൻ പറ്റൂ. അപ്പം അതും ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ 99% നമുക്ക് ഷുവർട്ടി തരാൻ പറ്റും കുട്ടി നോർമലാണ് എന്നുള്ളത്.
അപ്പോൾ ഇനി ആ 1/1000 മേലെയാണെങ്കിൽ നമ്മൾ ആ അമ്മയ്ക്ക് ലോ റിസ്ക് ആണെന്നാണ് പറയുക. അതായത് അങ്ങനെയുള്ള ജനിതക വൈകല്യങ്ങളുള്ള കുട്ടി ജനിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി നമ്മൾ ഇതിൽ 2 ഹോർമോൺ നോക്കുമെന്ന് പറഞ്ഞു, ബീറ്റ HCG, പാപ്പെ. ഇതിന് വേറെ റോളുണ്ട്. ബീറ്റ HCG എന്ന് പറയുന്നത് നമുക്കൊരു 2.5 മോമിൽ കൂടുതൽ, MOM എന്നാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരിക. ആ 2 മുതൽ 2 MOM കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുട്ടി ഡൗൺ സിൻഡ്രോം ആവാനുള്ള റിസ്ക് കൂടുതലാണ്. പാപ്പെ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് 0.4 താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഗ്രോത്ത് കുറവ് വരാനും അമ്മയ്ക്ക് നേരത്തെ BP വരാനും പ്രഗ്നൻസിയിൽ BP വരാനും ഒക്കെ സാധ്യത കൂടുതലാണെന്ന് പറയും. അപ്പോൾ ഇത് ഡബിൾ മാർക്കർ. അപ്പോൾ പലരും ചോദിക്കും എന്താണ് ട്രിപ്പിൾ മാർക്കർ, എന്താണ് ക്വാഡ്രപ്പിൾ മാർക്കർ. ശരിക്കും നമുക്ക് 14 ആഴ്ചയ്ക്കുള്ളിൽ മാത്രമേ, അതായത് 13 ആഴ്ചയും 6 ദിവസവും ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഡബിൾ മാർക്കർ ചെയ്യാൻ പറ്റൂ. ചില സമയങ്ങളിൽ നമ്മൾ സ്കാനിന് വിടുമ്പോൾ 13 ആഴ്ചയും 2 ദിവസവും ശരിക്കും ഡേറ്റ് വെച്ചിട്ടാവുന്നുള്ളെങ്കിലും കുട്ടിയുടെ വളർച്ച ചിലപ്പോൾ 14 ആഴ്ചയ്ക്ക് പുറത്ത് പോയി എന്ന് വരാം. അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ട്രിപ്പിൾ മാർക്കറോ ക്വാഡ്രപ്പിൾ മാർക്കറോ ആണ് നമ്മൾ വിടുക. അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാപ്പെ എന്ന് പറയുന്ന ഹോർമോൺ അവിടെ മെഷർ ചെയ്യുന്നില്ല. അതിന് പകരം ഫ്രീ ബീറ്റ HCG, മെറ്റേണൽ സിറം ആൽഫ ഫീറ്റോ പ്രോട്ടീനും അൺകോഞ്ചുഗേറ്റഡ് എസ്ട്രോൾ എന്ന് പറഞ്ഞ വേറെ 2 ഹോർമോൺസും കൂടെ ഈ ബീറ്റ HCGയുടെ കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് ട്രിപ്പിൾ മാർക്കർ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇൻഹിബിൻ A എന്ന് പറയുന്ന വേറൊരു ഹോർമോണൂടെ ചെയ്താൽ ക്വാഡ്രപ്പിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റ് ആവും. ഇതിന് രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിന് ഓരോ ഹോർമോൺസിൻ്റെയും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇൻഹിബിൻ A കുറഞ്ഞിരുന്നാൽ ഡൗൺ സിൻഡ്രോം വരാം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വേറെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഡബിൾ മാർക്കർ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് എന്ന് പറയുക. അതായത് NT സ്കാനും ഡബിൾ മാർക്കറും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 90% കുട്ടി നോർമലാണ് എന്ന് പറയാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് ഫർദർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് കൊടുക്കാനും അതിൽ പ്രശ്നമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അമ്മയ്ക്ക് ടെർമിനേറ്റ് ചെയ്യാൻ, അതായത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാനും അമ്മയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്കിതിന് കിട്ടുന്ന മാർഗം. അപ്പോൾ ഇനി എങ്കിലും എന്തിനാണ് ഡബിൾ മാർക്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ക്വാഡ്രപ്പിൾ മാർക്കർ അല്ലെങ്കിൽ ട്രിപ്പിൾ മാർക്കർ ആയി എന്നുള്ള ചോദ്യം അവോയ്ഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.